ഫിലിപ്പ് മമ്പാടിന്റെ എക്സ് വൈഫ് രംഗത്ത് വന്നത് നമ്മൾ എല്ലാവരും കണ്ടാണ്. പൊട്ടിയൊക്കെ ഇട്ടിട്ട് എന്ത് ഡയലോഗ് ആയിരുന്നു. എന്താ എക്സ് വൈഫ് എന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡൈവോഴ്സ് ആയ ഒരു വ്യക്തി പിന്നെ എങ്ങനെയാണ് എന്റെ ഭർത്താവാണെന്നും അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്നൊക്കെ പറയാ. ജനങ്ങൾ എന്താ ചുവാറ് തന്നെയല്ലേ തിന്നുന്നേ? അതൊക്കെ ആളുകൾ കണ്ടെത്തില്ലേ? എന്ത് ഊളത്തരാ കാണിച്ചേ? 16 വയസ്സുള്ള, ഞാനത് വീണ്ടും വിവരിക്കുന്നില്ല, ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് ഇപ്പോ നല്ല ഒരു ധാരണ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മകളും ഭാര്യയും വന്നിട്ട്, സോറി ഭാര്യയല്ല, എക്സ് വൈഫും വന്നിട്ട് ദയവ് ചെയ്ത് വെളുപ്പിക്കാൻ നോക്കല്ലേ. നിനക്ക് എത്ര 10-35 വയസ്സായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആ ഒരു കുട്ടിക്ക് 16 ആയിട്ടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. 10 ലക്ഷം രൂപ കൊടുത്ത് ഇത് സെറ്റിൽമെന്റ് ചെയ്യാൻ ശ്രമിച്ച കഥയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളതായിരിക്കും. മുഴുവൻ കാണുക. എന്താണ് ഫിലിപ്പ് മമ്പാട് എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. കള്ളം, പച്ചക്കള്ളം. ചേച്ചി നട്ടാ കുരുക്കാത്ത നുണ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നത് ആലോചിക്കുക. ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ തൊട്ടിപ്പുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ എന്തിനു തന്നെ ആയിരുന്നാലും ചേച്ചി മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 16 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിച്ചി ചീന്തിയതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു നരാധമന് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും? ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. ഈ കുട്ടിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. അത് കൊട്ടിയടയ്ക്കാൻ വക്കീലെന്നല്ല നിങ്ങളെന്നല്ല ആരെന്ത് സംസാരിച്ചാലും തെളിവോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. ഇതിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുന്നു, ഇഷ്ടത്തിന് വിടുന്നില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു പോകുന്ന സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് സ്വത്ത് ഉണ്ടാവുമല്ലോ അല്ലെ? അടിച്ചെടുക്കാനായിരിക്കാം. എന്തായാലും ശക്തമായിട്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. കാണാം കേട്ടോ, വിത്ത് എവിഡൻസ് ആണ് പറയുന്ന. നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് എടുത്തു പറയുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ നിന്ന് ഇസാ ജോസഫ് എന്നിലോട്ട് നിങ്ങൾ പരമായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാൾ കൂടി ഉണ്ട്. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിംഗ് ടുഗദർ പാർട്ട്ണർ, അയാൾ എവിടെയാണ്, എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തെളിവുണ്ട്. അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം. നിങ്ങളുടെ ആധാർ കാർഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ചേച്ചി. ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി. അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അഡ്രസ് കെയർ ഓഫ് റെജി സെബാസ്റ്റ്യൻ, കുരിശുകുന്നേൽ, അടിവാരം. ഈ അഡ്രസ് കറക്റ്റാണോ ചേച്ചി? അപ്പൊ ഇതനുസരിച്ച് ചേച്ചി നിങ്ങൾ പറയുന്നത് ഒരു വലിയ കള്ളമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ 23 കൊല്ലമായിട്ട് ഒരേ വീട്ടിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളുടെ ഫിലിപ്പേട്ടന്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ OP നമ്പർ 743/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം 22/8/2020 മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം. അങ്ങനെ പറഞ്ഞത് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ച്. ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ്. ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കുഴപ്പമില്ല, ചേച്ചിക്കെങ്കിലും അറിയാലോ. ഒന്നോണ്ടേ, ഇത് നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ. ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിരിയാനുള്ള കാരണവും സ്വമേധ നിങ്ങളെടുത്ത തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വലിയ കള്ളം നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ, അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാൾ അകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി? കാരണം നിങ്ങൾ നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നല്ലൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്നും തെളിവുകൾ കയ്യിലുണ്ട്. നിയമപരമായിട്ട് ബന്ധം വേറിട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ കഴിയുക? അതായത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നിങ്ങൾ കബളിപ്പിക്കുകയാണോ? ചോദിക്കട്ടെ. ആ പെൺകുട്ടിക്ക് വരാം, പെൺകുട്ടി അച്ഛന് വേണ്ടി സംസാരിക്കാൻ വരിക എന്ന് പറയാം. താങ്കൾക്ക് എങ്ങനെ വരാൻ കഴിയും? കാരണം നിങ്ങൾ മറ്റൊരാളുമായിട്ട് ലിവിങ് ടുഗദർ ആണ് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? 4 വർഷത്തോളമായിട്ട് അയാളുടെ കൂടെയാണ്. പിന്നെ എങ്ങനെയാണ് ഫിലിപ്പ് മമ്പാടിന്റെ കൂടെ താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്? ആള് ജയിലിനകത്താണല്ലോ അല്ലെ? ആ ഒരു സമയത്ത് ഒരുപാട് സ്വത്തുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇയാൾ ഒരു പ്രോഗ്രാമിന് മുമ്പോ 1-2 ലക്ഷം രൂപയൊക്കെയാണ് വാരിക്കൂട്ടിയിരുന്നത്. അപ്പൊ അത്യാവശ്യം ബാങ്ക് ബാലൻസും ഉണ്ടാവും. അതിൽ കണ്ണുവെച്ചിട്ടാവാം അല്ലെ? എന്തായാലും കൊള്ളാം. ചേച്ചി പറയുന്ന ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ സംഭവം ഇല്ലേ? ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, റൈച്ചേട്ടാണോ? ചേട്ടാ നമസ്കാരം, എന്റെ പേര് ജെറിനാണ്. ഞാൻ വിളിച്ചു വരുന്നല്ല, ഞാൻ വിളിക്കുന്നത് നമ്മൾ കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു വരുന്നില്ല ചേട്ടാ. നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ? 2020. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? അപ്പൊ അതാണ് 4 കൊല്ലമായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുന്ന ചേച്ചിയുടെ കുമ്പിടിയാണോ? ഈ അവിടെയും ഇവിടെ ഒരുപോലെ താമസിക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുണ്ട്? ചേച്ചിയുടെ ശത്രുവല്ല ഞാൻ, ചേച്ചിയുടെ മിത്രവുമല്ല ഞാൻ. പക്ഷേ ആരും കാണാതെ എവിടെയോ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു 16-കാരിയുണ്ട്. ആ 16-കാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യമാണ്. ആരെങ്കിലും ഒക്കെ സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
എടോ ഇത്ര അധികം ടെക്നോളജി ഒക്കെ വലുതായി, അത്രമാത്രം ബുദ്ധിയുള്ള ആളുകളുടെ മുന്നിൽ എന്റെ ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കുന്നത്, എന്റെ ഭർത്താവാണ് ഇത് എന്നൊക്കെ പറയേണ്ട കാര്യം എന്തായിരിക്കുന്നത്? അതൊന്നും കൂടാതെ റിലീജിയസിൽ തന്നെ ഒരു വിഷയം ഉണ്ട്, അതെനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. അവരുടെ പേരുമാറ്റത്തിന്റെ പിന്നിലും ഒരു വലിയ കളിയുണ്ട്. ഇതിലൊക്കെ ഫിലിപ്പ് മമ്പാടിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവര് ബന്ധം വേറിട്ട് പോയിട്ടുള്ളത്. പിന്നെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, ഓക്കെ, അത് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ചേർക്കുക നല്ലത്. ഇവിടെ അത് വേണ്ട, നമുക്ക് എന്തായാലും ഇതിലൂടെ തന്നെ അങ്ങ് പോവാം. എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞടങ്ങുന്നുണ്ടല്ലോ. അവരുടെ വീട്ടിൽ ഈ പറയുന്ന ഫിലിപ്പ് അവന്റെ അമ്മയെ കൂട്ടി പോയി മാപ്പ് അപേക്ഷിച്ചു. ലക്ഷങ്ങൾ, 10 ലക്ഷം തരാം, 15 ലക്ഷം തരാം. ഒരു ചെറിയ സൈനൈഡ് കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുപ്പി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി? ഓഹോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇദ്ദേഹം വെറുതെ അങ്ങ് പറയുന്നല്ല കേട്ടോ, ആൾ കൃത്യമായ തെളിവ് തന്റെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനൊരു മറുപടി അവര് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ആ കാര്യങ്ങൾ കൂടിയും പുറം ലോകത്തേക്ക് ഇട്ടുകൊടുക്കും. ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ അത്രമാത്രം ആളുകൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ അറിയണം എന്ന ധാരണയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് കേൾക്കാം. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും, അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ല, കുടുംബം ഇല്ല, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ആരോ പറഞ്ഞു പഠിപ്പിച്ചത് ചേച്ചി അവിടെ വൊമിറ്റ് ചെയ്ത് വെച്ച് ഛർദ്ദിച്ചു വെച്ചതിന്റെ ഒരു ജാള്യത, കുറ്റബോധം ചേച്ചിയെ വേട്ടയാടുന്നത്. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല അതും. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ ഞാൻ ആദ്യം അവരോട് സംസാരിച്ചില്ല, അയാളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ്. അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 4 പശു ഉണ്ടെന്ന്. അവിടെ ചേച്ചിയുടെ പശു അല്ലേ ചേച്ചി ഇതുകൊണ്ട് ആയിരിക്കുന്നത്? ചേച്ചിയുടെ വീടല്ലേ ഇതുകൊണ്ട് ഈ ഇരിക്കുന്നത്? ആ വീട്ടിലും ആ പശുവിനെ നോക്കിയിരിക്കുന്നത് ചേച്ചിയുടെ ഒരു പൂച്ച താഴെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പൊ ചേച്ചി സ്ഥിരതാമസമായിരിക്കുന്ന വീട് ഇതാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ചേട്ടനെ സംസാരിച്ചപ്പോൾ പുള്ളി പശുവിനെ അറന്നും പിടിച്ചും പുല്ലും വെട്ടി മടുത്തെന്ന് പറയുന്നത്. എന്തൊക്കെയാടാ ഈ പുറത്തേക്ക് വരുന്നേ? ഞാൻ ബിസിനസ് പ്ലേസിലായിരിക്കും എപ്പോഴും, വല്ലപ്പോഴും പോയി വരാറാണെന്നുള്ളത്. 4 പശുവിനെ നോക്കുന്ന കാര്യമാണ് ബിസിനസ്. പശുവിനെ നോക്കൽ ഒരു ബിസിനസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അമേരിക്കയിൽ പോകുന്ന കഥ പോലെയാണ് ഞാൻ ആദ്യം കേട്ടപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീടല്ലേ കാര്യം മനസ്സിലാകുന്നത്. എന്തായാലും കൊള്ളാം. കുടുംബം കൂടെയുണ്ട്, കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്ക് യാതൊരു പ്രശ്നവും പപ്പയ്ക്കില്ല. പപ്പയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി പൈസ കൊടുക്കാം എന്നൊക്കെ പറയുന്നതിനും തെളിവുണ്ട്. അപ്പൊ നമ്മളത് എല്ലാം കൂടെ ഒരുമിച്ച് ആവശ്യമില്ലല്ലോ, പതുക്കെ മതി. കാരണം ഇവർ ഇനിയും നാടകം കളിക്കും. അപ്പൊ നാടകങ്ങൾ ഓരോന്ന് പൊളിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വക്കീല് കൊള്ളാം. വക്കീലേ, നിങ്ങൾ കോടതി കയറുന്നത് കുപ്പായി ഇട്ടിട്ടാണ്. നമ്മൾ കോടതിയിൽ കുപ്പായി ഇല്ലാതെ കയറുന്ന ആൾക്കാർ, അതായത് നിങ്ങൾ മറ്റേ ബ്ലാക്ക് കളർ കുപ്പായില്ലേ, അതിന്റെ ആവശ്യം നമുക്കില്ല. പിന്നെ നിങ്ങൾ കോടതി കയറുന്നത് കള്ളം പറയണം, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കക്ഷിക്ക് വേണ്ടി നിങ്ങളല്ല, അതിന് ആര് കള്ളം പറയും. അതിനുവേണ്ടി ഉണ്ടാക്കിയ നാടകം എന്തായാലും കണ്ടന്റിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലക്സി അടുത്തോളം ഉണ്ടായിക്കൊണ്ട് എന്തായാലും വക്കീല് എനിക്ക് ഈ കുടുംബം കൂടെ ഇല്ലാന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഡിവോഴ്സിലുള്ള സ്ത്രീ എങ്ങനെയാണ് ഇയാളുടെ ഒപ്പം ജീവിക്കുന്നതെങ്കിൽ ആ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തതും തെറ്റ് തന്നെയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് വക്കീലെ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കുവാണ് എന്ന് ഇവരിപ്പോ പറയുന്നത്? അവരൊരിക്കലും വിവാഹബന്ധം വേർപെടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഇവരുടെ ബിസിനസ് എന്താ? ഇവരെവിടെയാണ് പോയി വരുന്നത്? ഇതൊന്നും അന്വേഷിക്കാൻ എന്താ ഈ നാട്ടിലുള്ള ആരും അന്വേഷിക്കില്ല നിങ്ങൾ കരുതി? ഇയാൾ തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്നത് ഒരു 16-കാരിയുടെ സ്വപ്നങ്ങളെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അവളുടെ സ്വപ്നത്തെയാണ് ഈ നാറി എന്ത് ചെയ്തത്? വളച്ചൊടിച്ച് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും വരരുതെന്ന് പറയുന്നത്. മകളെ, നീ ആലോചിക്കണം, നീ ഒരു പെണ്ണാണ്. നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മനസ്സിലുണ്ടാവണം. സ്ത്രീയെ, നീ ഒരു അമ്മയാണ്. നിന്റെ ഗർഭപാത്രത്തിലും 2 ജീവൻ എടുത്തതാണ് ഇല്ലേ? ഒരു മകളും ഒരു മകനും. നിന്റെ മകൾക്കാണ് ഇത് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? അവിടെ ഭർത്താവെന്നോ അച്ഛനെന്നോ സഹോദരനെന്നല്ല, നീ ഒരു മനുഷ്യനായി ചിന്തിക്കും, നീ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് പറയാനുള്ളൂ. ഫിലിപ്പ് മമ്പാടിന്റെ കൂടെ ഫാമിലി മൊത്തം ഉണ്ട് എന്ന് പറയാൻ എന്താണ് ഇത്ര തിടുക്കം? ഒരാളും കൂടെ പാടില്ല എന്നാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയാണല്ലോ, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ട് കുട്ടികളൊക്കെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഈ അവസ്ഥയിലേക്ക് വിടില്ല, കാരണം നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കുന്ന രീതി വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ ബോധമില്ലാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടുന്നത്. ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്തേക്ക് നമ്മൾ എങ്ങനെയാണോ ഈ റീൽസ് ഒക്കെ കണ്ടിട്ടാണോ വിട്ടയക്കണ്ടേ? അത് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞങ്ങളെല്ലാവരും അച്ഛന്റെ കൂടെയുണ്ട്, അച്ഛൻ ചെയ്ത ഊളത്തരത്തിനും കൂടെയുണ്ട് എന്നാണോ പറഞ്ഞു വന്നത്? കൊള്ളാം. പിന്നെ വക്കീലിനെ കുറ്റം പറയാൻ കഴിയില്ല, അയാളുടെ ഉപജീവന മാർഗ്ഗം അതാണ്. എത്ര വലിയ തമ്മാടത്തിന് ചെയ്താണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വക്കീലന്മാര് വരും. കാര്യം എന്താണ് ചേട്ടാ? ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടിപ്പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ പിള്ളേരുടെ അപ്പനാണല്ലോ.
ആ ആ ആ ആ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേരുടെ അപ്പനെന്ന നിലയ്ക്ക് അപ്പൊ അവർക്ക് പക്ഷെ അവർ വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് ആരെ പറയിപ്പിക്കുന്നതാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് നോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ആ ആ ആ. ആണോ? ഈ ചേച്ചിക്ക് എന്താ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ? ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ്സാ നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്? എന്ത് ഇല്ല, ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങൾ 3-4 പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആ പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ ചേട്ടാ? അത് നല്ല കാര്യമല്ല. നമ്മള് ഗോമാതാവല്ലേ അത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ സംതൃപ്തരാണ്, കുഴപ്പമില്ല. ആ പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന് ഇങ്ങനെ കാണിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ എന്താ പറയാ. എന്താ അവസ്ഥ? അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയി ഉണ്ടാവൂലെ. അപ്പൊ ഭർത്താവ് നോക്കാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ്, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയി എന്നാ പറയുന്നത്. ഡൈവോഴ്സ് ആയ ഒരു മനുഷ്യൻ പിന്നീട് നിയമപരമായിട്ട് ഭർത്താവല്ല, പക്ഷെ എന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അത് നിയമത്തിനെ കൊഞ്ഞലം കുത്തുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. നിങ്ങൾ അയാൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അയാളെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ അയാളാണ് തെറ്റുകാരൻ, നിങ്ങളാണ് തെറ്റുകാരി എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് നിങ്ങളെ വീടിന്റെ അകത്ത് നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ആണുങ്ങൾ കുറെ കാര്യങ്ങൾ കുത്തിപ്പോക്കുമ്പോഴല്ലേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞില്ല, ഇനി അദ്ദേഹം പറയുന്ന കുറച്ചുകൂടി കേൾക്കാം. ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട്. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ ഈ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം ഫിലിപ്പിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്ക് നോക്കാനും വെക്കാനൊക്കെ മകൻ പോകും. മകള് പോകാറില്ല, അവരെ കാണാനും പോകാറില്ലായിരുന്നു. അവര് വേറെ താമസിക്കുന്നത്. ഈ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ, ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര്. ഇവര് പിന്നെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു പേരിലോട്ട് മാറിയിരിക്കുന്നത്? ആ തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ മാറ്റിയത്. ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ് കിടക്കുന്നത്, ഈ അഡ്രസ് ആധാർ എന്റെ കൂടെ താമസിക്കുന്നതുകൊണ്ട് കെയർ ഓഫ് വന്നിരിക്കുന്നത്. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് അഡ്രസ് മാറ്റിയത്. അതിപ്പോ കെയർ ഓഫ് ആണ്. ഇപ്പൊ എന്റെ വൈഫിന്റെതും കെയർ ഓഫ് എന്നാലും ഇപ്പൊ വൈഫ് ഓഫ് എന്നൊന്നും ഇല്ല. ആധാറിനകത്ത് ഇപ്പൊ പുതിയത് കെയർ ഓഫ് എന്നാ വരുന്നത്. വൈഫ് ഓഫ് ഡോട്ടർ ഓഫ് അങ്ങനെയൊന്നുമില്ല, കെയർ ഓഫ് എന്നാ വരുന്നത്. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല 3-4 കൊല്ലമായിട്ട് ചേട്ടന്റെ കൂടെ ഉള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പോകുന്നത് അല്ലേ? അതെ അതെ, അത് അവരെ കൊണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അയ്യോ, ആരോ പിന്നിൽ നിന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടല്ലോ. അതേപോലെ സെറ്റിൽമെന്റിനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മകള് അച്ഛനെ കാണാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ കുടുംബം മൊത്തം അച്ഛന്റെ കൂടെയാണ്. അച്ഛൻ നല്ല മനുഷ്യനാണ്, പാവാണ്, കുടുക്കിയതാണ്. ഞങ്ങൾ നിയമപരമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പറയുന്നത്. കൊള്ളാം മോളെ, കൊള്ളാം. നല്ല മനസ്സാണല്ലോ ചേട്ടന്റെ. ഇങ്ങനെയൊക്കെ പോയിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ്. ആ ചേച്ചി നല്ല മനുഷ്യനാണ്. കാരണം പറഞ്ഞല്ലോ, ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ആ ചേച്ചിയും പോയത് അല്ലേ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവരില്ല. കാരണം എനിക്കറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അകലച്ചകളും എനിക്കറിയാവുന്നതാണ്. ഞാനൊക്കെ നമ്മളെയൊന്ന് പോലീസ് പിടിച്ചപ്പോ ആദ്യമായി വന്നില്ല ചേട്ടാ, അതിന്റെ ഒരു വിഷമമുണ്ട്. അത് ഓരോരുത്തരും നല്ലൊരു സ്ത്രീയാണ്. അതാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോ ആരും വന്നില്ല വെറുതെ നമ്മുടെ. പക്ഷെ വേറെ ഉള്ളത് പറയുള്ളൂ, ഇപ്പൊ ഉള്ള ഭാര്യയും പെങ്ങളും ഒക്കെ വന്നായിരുന്നു. ആദ്യ ഭാര്യ വിളിച്ചു പോലും ചോദിച്ചില്ല. പക്ഷെ ഈ ചേച്ചി അങ്ങനെയുള്ളവർക്ക് ഒരു മാതൃകയാണ് ഈ ചേച്ചി ചേട്ടാ. അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആടിനെയും കോഴിനൊക്കെ ആരും നോക്കും? ചേട്ടനാണോ നോക്കുന്നത്? അവിടെ ഉള്ളവർ പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണോ? ഒറ്റയ്ക്കുള്ളൂ, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാരെന്ന് വെച്ചാൽ ഇവര് എന്റെ കൂടെ കൂടിയതിനു ശേഷം എന്റെ കുടുംബം ഇനിയിപ്പോ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പശു തൊഴുത്തിലോട്ട് കിടപ്പ് കാട്ടേണ്ടി വരും. അയ്യോ അങ്ങനെയാണോ? അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മള് കാരണമല്ല, വേറെ തന്നെ ഒരു 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇങ്ങനെ കള്ളം പറയുമ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിലും എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു കൊച്ചാ. ഡിവോഴ്സ് ആയിട്ട് അവരുടെ കള്ളം പറഞ്ഞു, അത് അവർ പറയരുതായിരുന്നു. കറക്റ്റ്, അതേ ഉള്ളൂ. അത് പോട്ടെ, സാറില്ല. ഞാനിതൊന്ന് കാരണം നമ്മുടെ മലയാളികളല്ലേ ചില രണ്ട് കാരണം എന്താ വെച്ചാൽ ചെറിയ ഒന്ന് ആ സ്ത്രീ എന്റെ കൂടെ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും. റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട്, കോഴിക്കോട് ജില്ലയുള്ള എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ അറിയാം. ഒരു നല്ല നല്ല റെസ്റ്റോറന്റിലുള്ള ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിക്കുക. കുഴപ്പമില്ല, ചേച്ചി തിരിച്ചു വരും. വിളിപ്പുതാറ് ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പം. കുറച്ചു സമയം തിരിച്ചു പോകുന്നുള്ളൂ. കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. വരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയതാണ്. അത് അവരൊരു അമ്മ കൂടെ അല്ലേ, വിട്ടുകളേട്ടാ. കുഴപ്പമില്ല, പോട്ടെ എന്തായാലും. ശരി ചേട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്നുള്ളതുള്ളൂ കേട്ടോ. ഓക്കെ ചേട്ടാ, സന്തോഷം ചേട്ടാ. ബൈ ചേട്ടാ, ബൈ ബൈ. ഓക്കെ. ഒരു പാവം മനുഷ്യൻ, ഒരു ശുദ്ധനാണെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിലിപ്പ് മമ്പാടുമായിട്ടുള്ള എല്ലാ ബന്ധവും വേർപെടുത്തിയ ഒരു സ്ത്രീ ഇയാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്.
പശുവിനെയും നോക്കി ഇങ്ങനെ തട്ടിമുട്ടി പോണ സമയത്താണ് ഫിലിപ്പ് മമ്പാട് ഇങ്ങനെ ഒരു കേസിൽ പെടുന്നത്. ഫിലിപ്പ് മമ്പാടിന്റെ കയ്യിൽ ലോഡ് ഫണ്ട് ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഞങ്ങൾ കുടുംബം കൂടെയുണ്ട്, എന്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വരുന്നേ. ഈ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ആ ചേച്ചി ആദ്യം മനസ്സിലാക്കുക. പിന്നെ കൂടെ നിൽക്കുന്ന മകളോടൊന്നേ പറയാനുള്ളൂ, 16 വയസ്സ്, നിങ്ങളുടെ നേർപകുതി വയസ്സുള്ള ഒരു കുട്ടിയോടാണ് നിങ്ങളുടെ അച്ഛൻ ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോ ജനങ്ങളുടെ മുന്നിൽ ഇമാതിരി കോമാളിത്തരൊന്നും കാണിച്ചു വരാതിരിക്കുക. അപ്പൊ ഇതാണ് ഫിലിപ്പ് മമ്പാടിന്റെ യഥാർത്ഥ സ്വഭാവം. ഫാമിലി ഇതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഭാവിയിൽ ഇവരെന്തെങ്കിലും പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത എവിഡൻസ് നമുക്ക് കുത്തിപ്പോക്കാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.